ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. പഞ്ച് ബ്രേക്കിൽ ഇന്ന് നമ്മൾ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചാറുകൾ, 3 അച്ചാറുകളാണ് ഏറ്റവും പ്രധാനം. കടുമാങ്ങ, നാരങ്ങ, ഇഞ്ചി. അപ്പം ഒരു നല്ല 5 മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വെള്ളമുളക്, വെളുത്ത മുളക് ഒരു 6-7 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നല്ലപോലെ 2 നല്ല പൂണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കായപ്പൊടി നല്ലപോലെ ചേരും, 2 ടീസ്പൂൺ ഇതിനകത്ത് ചേരും. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു. നല്ല ഒരു സ്റ്റീൽ മഗ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് എടുക്കാം. നല്ല ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ടു. 1/2 സ്പൂൺ കൂടെ, അപ്പം 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പം ഉപ്പ് വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാനായിട്ടൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. അപ്പം നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. നല്ലപോലെ 2 ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഒന്ന് ഇളക്കുകയാണ്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച വെള്ളമുളക് ഇതൊന്ന് വഴന്നോട്ടെ. ഇപ്പം ചെറിയൊരു ചോപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയും 3 സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയുമാണ് വെച്ചിട്ട് നല്ല കളർ ചോമ്പ് കിട്ടാനായിട്ട് ഇട്ട് കൊടുക്കാമേ. ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കായപ്പൊടി. ഇനി നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാമേ. ഒരു 1.5 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവേ. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മളിതൊന്ന് ആറാൻ വെക്കും. ആറിയതിന് ശേഷമേ മാങ്ങ ഇടാവും, അല്ലെ മാങ്ങ അങ്ങ് വെന്ത് പോകും. അപ്പൊ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയാക്കാണ്. നല്ലപോലെ ആറിയിട്ടുണ്ടേ. അരപ്പ് നന്നായിട്ട് ആറി. കഥോടെ അരപ്പിലേക്ക് നമ്മൾ മാങ്ങ ഇട്ടേ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ.